ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. അതിന് മുന്നോടിയായുള്ള വാഹന വ്യൂഹം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കനത്ത സുരക്ഷയാണ് കൊച്ചി നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി തൃശൂരിലേക്ക് പുറപ്പെടുകയാണ്. എസ് ശ്യാംകുമാർ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. ശ്യാം, കനത്ത സുരക്ഷയിൽ പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്നും തൃശൂരിലേക്ക് യാത്ര തിരിക്കുന്നു. വിവരങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലേക്ക് യാത്ര തിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിയിലുടനീളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നിന്നും യാത്ര തിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഗുരുവായൂർ ക്ഷേത്രം നരേന്ദ്രമോദി സന്ദർശിക്കും. തുടർന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും സംബന്ധിക്കും. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ഇന്ന് ദർശനം നടത്തുന്നതിന് ശേഷം തിരികെ കൊച്ചിയിലെത്തുകയും കൊച്ചിയിലെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഷിപ്പ്യാർഡിലടക്കം പ്രധാനമന്ത്രിക്ക് ഇന്ന് പരിപാടികളുണ്ട്. ഡ്രൈഡോക്ക് ഉദ്ഘാടന ചടങ്ങിലടക്കം പ്രധാനമന്ത്രി സംബന്ധിക്കും. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് പ്രധാനമന്ത്രി. ആദ്യം എത്തുക ഗുരുവായൂരിലേക്കാണ്. ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനമുണ്ട്. ഏതാണ്ട് അരമണിക്കൂറോളം സമയം അവിടെ ചെലവഴിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് വിവാഹ ചടങ്ങിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. കനത്ത സുരക്ഷ ഗുരുവായൂരിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ നീണ്ട നിര വാഹന വ്യൂഹം കാണാം. വലിയ കോൺവോയിലാണ്. അത്രയും സുരക്ഷാ സന്നാഹമായിട്ടാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്നും യാത്ര തുടങ്ങുന്നത് തൃശ്ശൂരിലേക്ക്. ഇന്നലെ വലിയ റോഡ് ഷോ നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയത്. വലിയ സ്വീകരണം BJP പ്രവർത്തകർ ഒരുക്കിയിരുന്നു. കൊച്ചിയിൽ മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം പിന്നിട്ട ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഇന്നിപ്പോൾ രാവിലെ കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി. ഹെലികോപ്റ്ററിലാണ് ഗുരുവായൂരിലേക്ക് എത്തുക എന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പ്രധാനമന്ത്രി സന്ദർശിക്കും. തൃപ്രയാർ ക്ഷേത്രത്തിലും സന്ദർശനമുണ്ട് എന്നത് ശ്രദ്ധേയം. ഈ ഇടങ്ങളിലെല്ലാം തന്നെ കനത്ത സുരക്ഷ ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട് പോലീസ്. തുടർന്ന് തിരികെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി ഇവിടെ ഷിപ്പ്യാർഡിലെ പരിപാടികളിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും ഡൽഹിയിലേക്ക് തിരികെ പോവുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഗുരുവായൂരിനുള്ള തത്സമയ ദൃശ്യങ്ങളും കാണാം. ഒപ്പം കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഗുരുവായൂരിൽ നിന്നും സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, കൊച്ചിയിൽ നിന്നും പ്രധാനമന്ത്രി യാത്ര തിരിച്ചിരിക്കുന്നു. എപ്പോഴായിരിക്കും ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുക? അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെ? ഇന്ന് മറ്റ് വിവാഹ ചടങ്ങുകൾ, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങ് മാത്രമല്ല മറ്റ് വിവാഹങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ സമയങ്ങൾ പുനഃക്രമീകരിച്ചിരുന്നു. അതിന്റെ കൂടി വിശദാംശങ്ങൾ. പ്രജിൻ 7 മണിയോടുകൂടി ഈ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രി എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പുറപ്പെട്ട സ്ഥിതിക്ക് 7 മണി എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യസമയത്ത് തന്നെ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിന് 20 മിനിറ്റ് മുൻപ്, അതായത് SPGയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തരത്തിലാണ്. അതിന് 20 മിനിറ്റ് മുമ്പ്, പ്രധാനമന്ത്രി വരുന്നതിന് 20 മിനിറ്റ് മുൻപ് 2 ഹെലികോപ്റ്ററുകൾ ഈ ഹെലിപാഡിലെത്തും. അത് നിലയുറപ്പിക്കും. അതിന് നടുവിലേക്കായിരിക്കും ഈ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങുക. അതിനുശേഷം BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സ്വീകരണം അത് ഈ ഹെലിപാഡ് ഗ്രൗണ്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് 5000-ലധികം പ്രവർത്തകർ ഈ സ്വീകരണത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ആ സ്വീകരണത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഗുരുവായൂരിലേക്ക് വരിക. അതും ഈ ശ്രീവത്സത്തിലേക്ക് ആദ്യം അദ്ദേഹം എത്തും. അവിടെ എത്തി വിശ്രമിച്ചതിന് ശേഷം, അതായത് ഒരു 15 മിനിറ്റ് സമയം അദ്ദേഹം അവിടെ വിശ്രമിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനായി തിരിക്കും. അത് 7:40 ക്ഷേത്രത്തിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് ശേഷമായി പിന്നീടും ഈ വിശ്രമ മുറിയിലേക്ക് പോകും. വിശ്രമിച്ചതിന് ശേഷമായിരിക്കും ഈ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുക. ക്ഷേത്രത്തിനകത്തേക്ക് അദ്ദേഹം വരുന്ന സമയത്ത്, ക്ഷേത്ര ദർശനത്തിന് വരുന്ന സമയത്ത് പ്രത്യേക സ്വീകരണം അത് ഈ ദേവസ്വം നേതൃത്വത്തിലും ഒരുക്കിയിട്ടുണ്ട്. ഈ ഗുരുവായൂരപ്പന്റെ ദാരുശില്പവും അതുപോലെ തന്നെ ചുവർചിത്രങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനാണ് നിലവിൽ ഈ ഗുരുവായൂർ ദേവസ്വവും തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക ശില്പിയെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഈ ശില്പങ്ങളെല്ലാം ഇന്നലെ തന്നെ തയ്യാറാക്കി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ ശില്പമെല്ലാം നൽകിക്കൊണ്ട് ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഇവിടെ ഒരു തുലാഭാരം അദ്ദേഹം നടത്തും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. താമരപ്പൂ കൊണ്ട് അദ്ദേഹം തുലാഭാരം നടത്തും എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ ക്ഷേത്ര ദർശനത്തിന്
ദർശനത്തിന് ശേഷം 8:15 കൂടിയായിരിക്കും അദ്ദേഹം വീണ്ടും ഈ വിശ്രമ മുറിയിലേക്ക് പോവുക. അതും ശ്രീവത്സമാണ്. ഇവിടെ നിന്നൊരു കഷ്ടി 100 മീറ്റർ ക്ഷേത്രത്തിന്റെ അടുത്തു നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ എത്തി വിശ്രമിച്ചതിന് ശേഷം അദ്ദേഹം വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 8:45 കൂടി അല്ലെങ്കിൽ 9 മണിയോടുകൂടി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ഈ ക്ഷേത്രത്തിലേക്ക് എത്തും. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ദൃശ്യങ്ങളുടെ ആ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെയാണ് ഈ മണ്ഡപമുള്ളത്. അവിടെയാണ് ഈ വിവാഹ ചടങ്ങുകൾ നടക്കുക. ഇന്ന് പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു വിവാഹങ്ങൾ സംബന്ധിച്ചുള്ള കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് 65 വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ നടക്കാനുള്ളത്. അതിൽ 38 വിവാഹങ്ങൾ 6:30-ക്കുള്ളിൽ പൂർത്തിയാക്കാനായിരുന്നു ദേവസ്വം നേരത്തെ നിശ്ചയിച്ചത്. ഇത് പ്രകാരം ഈ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടവർക്ക് ഉൾപ്പെടെ പ്രത്യേക പാസുകളെല്ലാം നൽകിക്കൊണ്ടായിരുന്നു ഈ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ വധൂവരന്മാരെ അടക്കം ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുവരെയും 18 വിവാഹങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനിയും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം മാത്രമായിരിക്കും ഈ വിവാഹങ്ങൾ നടക്കുക എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 30-ലേറെ വധൂവരന്മാരെ ഇന്ന് പ്രധാനമന്ത്രി നേരിട്ട് ആശംസ അറിയിക്കുകയും ചെയ്യും ഈ ചടങ്ങിൽ വെച്ച് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിവാഹത്തിന്റെ ഒരുക്കങ്ങളും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈ വിവാഹം നടക്കുക നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഗുരുവായൂർ ക്ഷേത്രം നടയിലായിരിക്കും. അതിനുശേഷം ഈ വിവാഹത്തിന് ശേഷമുള്ള സൽക്കാര ചടങ്ങുകൾ നടക്കുക ഇവിടെ നിന്ന് അല്പം മാറി ഗുരുവായൂർ മേൽപ്പാലത്തിന് സമീപമുള്ള ഗോകുലം പാർക്കിലാണ് ഈ വിവാഹത്തിൻ്റെതായ സൽക്കാര ചടങ്ങുകൾ അടക്കം നടക്കുക. ഇപ്പോൾ നിലവിൽ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ള ഒത്തിരി സിനിമാ താരങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഗോകുലം പാർക്കിലാണ് നിലവിൽ ഉള്ളത്. അവിടെ കുറെ ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഭൂരിഭാഗം ആളുകൾക്കും ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഉള്ളതിനാൽ ഈ പാസ് അനുവദിച്ചിട്ടുള്ള പ്രത്യേകം വളരെ അടുപ്പമുള്ള അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും മാത്രം പ്രവേശനം എന്ന രീതിയിലേക്ക് ഇത് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും. ബാക്കിയുള്ളവർക്ക് ഈ ഗോകുലം പാർക്കിൽ ഈ വിവാഹം കാണുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരു ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം അതായത് 7 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി ഈ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിലേക്ക് എത്തും. അവിടെ BJP പ്രവർത്തകരുടെ ഒരു വലിയ സ്വീകരണം, 5000-ലധികം പ്രവർത്തകർ ഈ ഹെലിപ്പാഡിന് ചുറ്റും നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി ഈ ഗുരുവായൂരിലേക്കുള്ള യാത്ര തിരിക്കുക. 2.5 മണിക്കൂറിലധികം നേരം അദ്ദേഹം ഈ ഗുരുവായൂരിൽ ചിലവഴിക്കും. അതിനുശേഷം 10 മണിയോടുകൂടിയാണ് അദ്ദേഹം. സൂരജ്, ഇന്ന് ഗുരുവായൂരിലേക്ക് ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഒന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക. അതിൽ നേരത്തെ സൂരജ് പറഞ്ഞതുപോലെ തന്നെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. ഒരു വലിയ ജനക്കൂട്ടം ഇന്ന് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ എത്താൻ സാധിക്കില്ല. അത് കൃത്യമായി തടയുന്നുണ്ട് പോലീസ്. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ മറ്റിടങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടാവുമല്ലോ. അപ്പം ഈ ഗതാഗത നിയന്ത്രണം അതൊക്കെ ഏത് രീതിയിലാണ് ഇന്ന് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? പ്രജിൻ, ഗുരുവായൂരിലേക്ക് നിലവിൽ 2 വഴികൾ മാത്രമാണ് ഈ ഗുരുവായൂരിലേക്ക് എത്താൻ ഇപ്പോൾ ഈ പോലീസ് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്ന് ഈ കുന്നംകുളം മേഖലയിൽ നിന്ന് വരുന്നവർക്കും അതുപോലെ തന്നെ ചാവക്കാട് വഴിയും മാത്രമാണ് ഈ ഗുരുവായൂരിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ 2 വഴികളിലൂടെ മാത്രം ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ഗതാഗത ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി മുഴുവൻ റോഡുകളും അടച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രിക്ക് പോകാനുള്ള പാതയൊഴികെയുള്ള ഈ ഗുരുവായൂരിന് ചുറ്റുമുള്ള ബാക്കി എല്ലാ പാതകളും നിലവിൽ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഈ ക്ഷേത്ര പരിസരത്തേക്ക് വാഹനങ്ങളുമായി എത്തുന്നതിന് ഒന്നും തന്നെ സാധിക്കില്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രാവിലെ മുതൽ ഈ ക്ഷേത്രത്തിനകത്തേക്ക് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് എത്തിയ അവരെ എല്ലാവരെയും തന്നെ ഇറക്കുന്നതിനുള്ള നടപടികൾ, അതായത് ഒരു 5:30 തന്നെ ഈ ക്ഷേത്രത്തിനകത്തുള്ള ആളുകളെ മുഴുവൻ ഈ പുറത്തേക്ക് ഇറക്കുന്നതിനുള്ള നടപടികൾ അത് പോലീസും SPGയും എല്ലാം ഇടപെട്ടുകൊണ്ട് നടത്തിയിരുന്നു. ഈ പാസ് ഉള്ളവരെ മാത്രമാണ് നിലവിൽ ഈ ക്ഷേത്രത്തിനകത്ത് അനുവദിച്ചിട്ടുള്ള, അല്ലാത്ത മുഴുവൻ ആളുകളെയും ഇവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അവരെയും ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ ദൃശ്യത്തിന്റെ ഇടത്ത് ഭാഗത്ത് അവിടെയാണ് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം വരുന്നത്. അവിടെയായിരിക്കും ഈ പാസ് അനുവദിച്ചിട്ടുള്ള ഭക്തരായ ആളുകൾ അല്ലാത്തവർക്കെല്ലാം നിൽക്കാൻ കഴിയുന്നത് ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരിക്കും. അല്ലാതെ ആരെയും തന്നെ ഈ നടപ്പന്തലിന്റെ ഭാഗത്ത് അനുവദിച്ചിട്ടില്ല. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത്. പ്രധാനമന്ത്രി അവിടെ നിന്ന് ഇടത്തുനിന്ന് നടന്നു വന്ന് ഈ മുന്നിലെത്തി അവിടെ തൊഴുതതിന് ശേഷമായിരിക്കും അദ്ദേഹം അകത്തേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വലത്തുഭാഗത്താണ്, ദൃശ്യങ്ങൾ കാണുന്നതിന്റെ വലത്തുഭാഗത്താണ് ഈ കല്യാണ മണ്ഡപങ്ങൾ ഉൾപ്പെടെയുള്ളത്. ആ കല്യാണ മണ്ഡപത്തിലാണ് ഈ വിവാഹം നടക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് വിവാഹം നടന്ന 30-ലേറെ വധൂവരന്മാരും ഈ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകും. അവർക്കും പ്രധാനമന്ത്രി ആശംസകൾ നേരും
എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഹെലിപാഡിലാണ് ആദ്യം ഇദ്ദേഹം എത്തുക, അതും 7 മണിയോടുകൂടി. അതായത് ഇനി അല്പ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തും, ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിലേക്ക് എത്തും. അവിടെ നിന്നും അദ്ദേഹം ഈ BJP പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം, അതായത് വലിയൊരു സ്വീകരണം അത് BJPയെ സംബന്ധിച്ചുണ്ടാകും. കാരണം ഇതൊരു പൊതുപരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ഈ BJP പ്രവർത്തകരെ സംബന്ധിച്ച അവരുടെ ഏറ്റവും വലിയ വികാരപരമായ ഒരു സ്വീകരണം അത് ഗുരുവായൂരിൽ നൽകുക എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പാർട്ടി ഇടപെടലുകളോ അല്ലെങ്കിൽ പാർട്ടി പരിപാടിയോ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഹെലിപാഡിൽ വലിയൊരു സ്വീകരണം നൽകുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ തന്നെ, അതായത് 4 മണിയോടുകൂടി തന്നെ തൃശ്ശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഈ ഗുരുവായൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ചകളും അത് തന്നെയാണ്. 4 മണിക്കൊക്കെ പ്രവർത്തകർ ഈ വാഹനങ്ങളിൽ വന്നിറങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. 5000 പേരെന്നൊക്കെ BJP പറയുന്നുണ്ടെങ്കിൽ പോലും അതിലും വലിയൊരു ജനക്കൂട്ടം അത് ഈ ഹെലിപാഡിന് ചുറ്റും തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി കടന്നു വരുന്ന റോഡിന്റെ ഇരുവശവും ഇതിനകം തന്നെ ഈ പ്രവർത്തകർ എല്ലാവരും കൈയടക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേക ബാരിക്കേഡുകൾ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണമല്ല ഈ പാതയിൽ ഒരുക്കിയിട്ടുള്ളത്. പകരം ഈ കയർ കെട്ടി തിരിച്ചുകൊണ്ട് ഒരു താൽക്കാലിക ഒരു ക്രമീകരണം എന്ന നിലയിൽ കയർ കെട്ടി തിരിച്ചുകൊണ്ട് ഇരുവശത്തും ഈ പ്രവർത്തകരെ അണിനിരത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു വലിയ പ്രവർത്തക പ്രവാഹം അത് ഈ ഹെലിപാഡിന് ചുറ്റും അതുപോലെ തന്നെ ഈ ഗുരുവായൂരിലേക്കുള്ള വഴിയിലും. സൂരജ് ഇപ്പൊ നിൽക്കുന്നത് ഈ കിഴക്കേ നടയിലാണ്. ഇപ്പൊ നമുക്ക് അല്പസമയം മുൻപ് അവിടെ നിന്ന് വന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളൊപ്പം നേരത്തെ ദൃശ്യങ്ങളും വ്യക്തമാവുന്നത് ഇപ്പോൾ അവിടെ ഈ നടക്കകത്ത് മറ്റാരുമില്ല, അവിടെ വിജനമായി കിടക്കുകയാണ്. ഈ ആൾക്കാരെ എല്ലാം അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് ഉണ്ടല്ലേ ഇതിനോടകം? ഒന്നുകൂടി ചോദിക്കാമോ? ചോദ്യം നേരത്തെ നല്ല തിരക്കുള്ള സമയം ഉണ്ടായിരുന്നു, നേരത്തെ ഉള്ള ദൃശ്യങ്ങൾ അത് കാണാമായിരുന്നു. പക്ഷെ ഇപ്പോ ഈ കിഴക്കേ നടയിലൊന്നും ആൾക്കാരെ തീരെ കാണുന്നില്ല, എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? അങ്ങനെ തന്നെയാണ് പ്രജിൻ. രാവിലെ ഈ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനടക്കം നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ സാധാരണ തൊഴാനെത്തുന്ന ഭക്തർ അവരെല്ലാവരും തന്നെ ഈ രാവിലെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു 5:30 കൂടി തന്നെ ഈ ക്ഷേത്രത്തിനകത്തുള്ളവരെ എല്ലാവരോടും ഈ പുറത്തു പോകണം എന്നൊരു ഈ അനൗൺസ്മെന്റ് എല്ലാം തന്നെ ഈ ക്ഷേത്രം അധികൃതരും അതുപോലെ തന്നെ SPGയും എല്ലാം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കിഴക്കേ നടയിൽ തന്നെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആരും തന്നെ ഇല്ല. കിഴക്കേ നടയിൽ പൂർണ്ണമായും പോലീസിന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഈ കിഴക്കേ നട പൂർണ്ണമായും ഈ സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഇതിന്റെ അതായത് ഈ ദൃശ്യങ്ങളുടെ ഇടത്തുവശത്താണ് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉള്ളത്. അവിടെ മാത്രമാണ് ഇപ്പോൾ ഈ പാസ് ഉള്ള ആളുകൾക്ക്, അതായത് പ്രത്യേക പാസ് നൽകിക്കൊണ്ട് ഈ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പ്രത്യേക പാസ് അനുവദിച്ചിട്ടുണ്ട്. ആ പാസ് ഉള്ള ആളുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയും. പ്രത്യേകിച്ച് പറയേണ്ടത് ഈ ജീവനക്കാരുടെ എണ്ണത്തിൽ പോലും, അതായത് ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ പോലും കുറവ് വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. 7 ജീവനക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക്, അതായത് ഈ സഹായികളായി പ്രവർത്തിക്കുന്ന 7 ജീവനക്കാർക്ക് മാത്രമാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുമതി കൊടുത്തിട്ടുള്ളത്. അത്തരത്തിൽ ജീവനക്കാരുടെ എണ്ണം പോലും നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു സുരക്ഷാ നടപടിയിലേക്കാണ് പോയിരിക്കുന്നത്. അതും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RT-PCR അടക്കം സർക്കാർ ആശുപത്രിയിൽ നേരിട്ടെത്തി ജീവനക്കാർ ഈ RT-PCR എടുക്കണം എന്നെല്ലാം ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിൽ RT-PCR എടുത്ത് ഈ ആരോഗ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമാണ് നിലവിൽ ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളത്. അവർ മാത്രമാണുള്ളത്. എന്തായാലും ഭക്തരായിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗവും ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി ഉള്ളത് പ്രജിൻ, ഈ ശബരിമല ഈ സന്നിധാനത്ത് ഈ ദർശനത്തിന് ശേഷം അയ്യപ്പ ഭക്തർ ഗുരുവായൂരിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ 100 കണക്കിന് ഭക്തർ, അതായത് ഇതൊന്നും അറിയാതെ വന്ന ഇതര സംസ്ഥാനക്കാരായ അയ്യപ്പ ഭക്തർ അവർ ഈ തൊഴുന്നതിന് വേണ്ടി മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. 6 മണിക്കൊക്കെ എത്തിയ ആളുകളോട് ഇവർ അറിയിച്ചിട്ടുള്ളതും 10 മണി വരെ കാത്തു നിൽക്കണം, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം മാത്രമേ ഇനി അവർക്കും പ്രവേശനമുള്ളൂ എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അവർ ഈ ക്ഷേത്രത്തിന് ചുറ്റും തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. പ്രജി, സൂരജ് തുടരുക, ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം തിരികെ എത്താം. എന്തായാലും ഇന്ന് ഗുരുവായൂർ നഗരസഭ, കണ്ടാണിശ്ശേരി, ചൂണ്ടൽ, നാട്ടിക, വലപ്പാട് പഞ്ചായത്തുകളിലൊക്കെ തന്നെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഗുരുവായൂരിൽ മാത്രമല്ല, അത് കഴിഞ്ഞ് തൃപ്രയാറിലേക്കും പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. വലിയ സുരക്ഷാ സന്നാഹമാണ് ഈ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്.